ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ സൈനിക താവളത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണ ശ്രമമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ശേഷി മുൻപ് കരുതിയിരുന്നതിനേക്കാൾ ഇരട്ടിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ നീക്കം. 1240 മിസൈൽ ദൂരപരിധി മാത്രമാണ് ഇറാന്റെ മിസൈലുകൾക്ക് ഉള്ളതെന്നായിരുന്നു നേരത്തെയുള്ള കണക്കുകൂട്ടൽ. എന്നാൽ 2360 മൈൽ അകലെയുള്ള ഡീഗോ ഗാർഷ്യയിലേക്ക് മിസൈൽ തൊടുക്കാനായതോടുകൂടി പാരീസും ലണ്ടനും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നഗരങ്ങൾ ഇറാന്റെ ലക്ഷ്യസ്ഥാനങ്ങളായി മാറിക്കഴിഞ്ഞു. ഇറാൻ തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ നിലവിൽ ബ്രിട്ടന് സ്വന്തമായി പ്രതിരോധ സംവിധാനങ്ങളില്ല എന്നത് വലിയ ആശയക്കുഴപ്പം തന്നെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കിഴക്കൻ യൂറോപ്പിൽ വിന്യസിച്ചിട്ടുള്ള അമേരിക്കയുടെ SM-3 പ്രതിരോധ സംവിധാനത്തെയോ ജർമ്മനി ഉപയോഗിക്കുന്ന പേട്രിയറ്റ് മിസൈലുകളെയോ ആശ്രയിക്കേണ്ടി വരും. ഇറാന്റെ ബഹിരാകാശ പദ്ധതികൾ യഥാർത്ഥത്തിൽ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന്റെ ഭാഗമാണെന്നും അത് ലണ്ടൻ നഗരത്തിന് വലിയ ഭീഷണിയാണെന്നും മുൻ റോയൽ നേവി കമാൻഡർ സ്റ്റീവ് പ്രസ്റ്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും ഈ സാഹചര്യത്തിൽ അതായത് ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിനായി ബ്രിട്ടീഷ് സൈനിക താവളങ്ങളിൽ നിന്ന് ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഡീഗോ ഗാർഷ്യ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകൾ തൊടുത്തത്. എന്നാൽ ഈ വിവരം സർക്കാർ രഹസ്യമാക്കി വെച്ചുവെന്ന ടോറി നേതാവ് കെമി ബെയ്ഡനോക്ക് കുറ്റപ്പെടുത്തി. ഇറാനിലെ ആണവ നിലയങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. നഡാൻസിലെ ഇറാന്റെ ഭൂഗർഭ ആണവ സംരക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് അമേരിക്ക ആക്രമണം നടത്തിയത്. യുദ്ധം കൂട്ടത്തോടെ ബ്രിട്ടനിലെ സാധാരണക്കാരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുകയാണ്. ഇറാൻ സംഘർഷം കാരണം വളത്തിന്റെയും ഊർജ്ജത്തിന്റെയും വില കുതിച്ചുയരുന്നത് പച്ചക്കറി വില വർധനവിന് കാരണമാകുമെന്ന് നാഷണൽ ഫാർമേഴ്സ് യൂണിയൻ മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടന് സ്വന്തമായി വളം ഉൽപാദനം ശേഷിയില്ലാത്തതിനാൽ രാജ്യാന്തര വിപണിയെ ആശ്രയിക്കേണ്ടി വരുന്നത് തിരിച്ചടിയാണ്. അടുത്തയാഴ്ചയിൽ തന്നെ വിപണിയിൽ ഇതിന്റെ പ്രതിഫലനം കണ്ടു തുടങ്ങും. ഇന്ധനക്ഷാമം നേരിടാനുള്ള മുൻകരുതലിന്റെ ഭാഗമായി വാഹനങ്ങൾക്ക് 50 മൈൽ വേഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഗൾഫ് മേഖലയിലെ സംഘർഷം വിനോദസഞ്ചാര മേഖലയെയും ബാധിച്ചിട്ടുണ്ട്. ദുബായ് ഉൾപ്പെടെയുള്ള സുരക്ഷിത താവളങ്ങളിൽ മിസൈൽ ഭീഷണി ഉണ്ടായതോടെ സഞ്ചാരികൾ കൂട്ടത്തോടെ യൂറോപ്പിലേക്കും കരീബിയൻ രാജ്യങ്ങളിലേക്കും തിരിയുകയാണ്. വിമാനക്കൂലി കുതിച്ചുയരുന്നതിന് മുൻപ് തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള നെട്ടോട്ടത്തിലാണ് ജനങ്ങൾ. സൈപ്രസിലെ ബ്രിട്ടീഷ് താവളങ്ങളും ഇറാനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കില്ല എന്ന് സൈപ്രസ് പ്രസിഡന്റ് കീർ സ്റ്റാർമർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിലും ഇറാന്റെ പ്രഹരശേഷി പാശ്ചാത്യ ശക്തികൾ കുറച്ചു കാണരുത് എന്നാണ് മുൻ സൈനിക മേധാവികൾ നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും ഡീഗോ ഗാർഷ്യയിലുള്ളത് അവിടെ നടന്നത് വെറും ഒരു ട്രെയിലർ മാത്രമാണെന്നാണ് ഇറാൻ പറയുന്നത്. പ്രധാന യൂറോപ്യൻ നഗരങ്ങളും ലണ്ടനും ഇറാന്റെ മിസൈൽ പരിധിയിലാണ് എന്ന ഭീതി ശക്തമാണ്. ആദ്യമായി ലക്ഷ്യം വെച്ചത് ഡീഗോ ഗാർഷ്യ തന്നെയാണ്. അമേരിക്കയും UK സംയുക്തമായി പ്രവർത്തിക്കുന്ന ഡീഗോ ഗാർഷ്യ സൈനിക താവളത്തിന് നേരെ വെള്ളിയാഴ്ച രാത്രിയാണ് 2 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇതിന് ഒന്ന് പാതിവഴിയിൽ പരാജയപ്പെടുകയും മറ്റൊന്ന് അമേരിക്കൻ യുദ്ധക്കപ്പൽ തകർക്കുകയും ചെയ്തു. ഈ സൈനിക താവളത്തിന് നേരെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ആക്രമണം നടക്കുന്നത്. ഹോർമൂസ് കടലിനെ ലക്ഷ്യമാക്കി ബ്രിട്ടീഷ് താവളങ്ങളിൽ നിന്നുള്ള ബോംബർ വിമാനങ്ങൾ ഉപയോഗിക്കാൻ ട്രംപിന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഈ നീക്കം. എന്നാൽ ആക്രമണ വിവരം സർക്കാർ മറച്ചുവെച്ചു എന്നും പറയുന്നുണ്ട്. കണക്കുകൾ തെറ്റിച്ച ദൂരപരിധി. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പരമാവധി 2000 കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ എന്നായിരുന്നു നേരത്തെയുള്ള വിലയിരുത്തൽ. എന്നാൽ ഇറാനിൽ നിന്നും ഏകദേശം 3800 കിലോമീറ്റർ അകലെയുള്ള ഡീഗോ ഗാർഷ്യ സൈനിക താവളത്തിന് നേരെ മിസൈൽ എത്തിയത് ഈ വാദങ്ങളെല്ലാം തകർത്തു. ഇതോടെ പടിഞ്ഞാറൻ യൂറോപ്പിലെ മിക്ക തലസ്ഥാന നഗരങ്ങളും ഇപ്പോൾ ഇറാന്റെ ആക്രമണ പരിധിയിലായിരിക്കുകയാണ്. ലണ്ടനും പാരീസും അപകടത്തിൽ. ഇതോടുകൂടി പുതിയ കണ്ടെത്തലുകൾ പ്രകാരം ടെഹ്റാനിൽ നിന്നും 4198 കിലോമീറ്റർ അകലെയുള്ള പാരീസും 4435 കിലോമീറ്റർ അകലെയുള്ള ലണ്ടനും ഇറാന്റെ മിസൈലുകൾക്ക് എളുപ്പത്തിൽ തകർക്കാൻ സാധിക്കുന്ന ദൂരത്തിലാണ്. ബ്രിട്ടന്റെ സംയുക്ത സേനാ കമാൻഡ് മുൻ മേധാവി ജനറൽ സർ റിച്ചാർഡ് ബാരൺസിന്റെ അഭിപ്രായത്തിൽ ഇറാന്റെ സൈനിക കരുത്തിനെ ലോകം ഇതുവരെ വളരെ കുറച്ചു കാണുകയായിരുന്നു. രാഷ്ട്രീയ പോര് മുറുകുകയാണ്. അമേരിക്കയുടെ യുദ്ധത്തിൽ ബ്രിട്ടൻ അനാവശ്യമായി തലവെച്ചു കൊടുത്തതാണ് എന്ന ആരോപണം ഒരു വശത്ത് ശക്തമാണ്. എന്നാൽ ബ്രിട്ടന്റെ ഇടപെടലുകൾ വളരെ വൈകിപ്പോയി എന്ന ട്രംപിന്റെ വിമർശനത്തോട് അനുകൂലമായാണ് മുൻ സേനാ മേധാവികൾ പ്രതികരിക്കുന്നത്. ഏതായാലും ഇറാന്റെ ഈ പുതിയ മിസൈൽ പരീക്ഷണം ആഗോളതലത്തിൽ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്.
തകർന്നുപോയ അനുമാനങ്ങൾ. ഇറാന്റെ മിസൈലുകൾക്ക് പരമാവധി 2000 കിലോമീറ്റർ ദൂരപരിധിയേ ഉള്ളൂ എന്നായിരുന്നു ഇതുവരെ കണ്ടിരുന്നത്. എന്നാൽ 4000 കിലോമീറ്ററോളം ദൂരമുള്ള ഡീഗോ ഗാർഷ്യയെ ലക്ഷ്യം വെച്ചോടെ കൂടി ഇറാന്റെ തങ്ങളുടെ സ്ട്രാറ്റജിക് ലീപ്പ് തെളിയിച്ചിരിക്കുകയാണ്. ഇതോടെ ഗൾഫ് രാജ്യങ്ങളും ഇസ്രായേലും മാത്രമല്ല, പടിഞ്ഞാറൻ യൂറോപ്പിലെ പാരീസും ലണ്ടനും ഒക്കെ തന്നെ മുൾമുനയിലാണ്. ബഹിരാകാശ ഗവേഷണ വാഹനങ്ങൾ ഉപയോഗിച്ചാകും ഇറാൻ ഇത്രയും ദൂരപരിധി കൈവരിച്ചിരിക്കുന്നത് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ബ്രിട്ടീഷ് താവളങ്ങളിൽ നിന്ന് ഇറാനെതിരെ ബോംബർ വിമാനങ്ങൾ പറത്താൻ അനുമതി നൽകിയ ക്വീൻ സ്റ്റാർമർ ബ്രിട്ടീഷ് ജനതയുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗചി മുന്നറിയിപ്പ് നൽകി. ഭൂരിഭാഗം ബ്രിട്ടീഷുകാരും ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം എക്സിലൂടെ തുറന്നടിച്ചു. ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിച്ച് ഇറാനെതിരെ ആക്രമണം നടത്താൻ ഈ സ്റ്റാർമർ ഇതുവരെ അനുമതി നൽകിയിരുന്നില്ല. ഒരു വലിയ യുദ്ധത്തിലേക്ക് ബ്രിട്ടനെ വലിച്ചിഴക്കില്ലെന്നും തങ്ങളുടെയും സഖ്യകക്ഷികളുടെയും സുരക്ഷയ്ക്ക് മാത്രമേ താവളങ്ങൾ ഉപയോഗിക്കൂ എന്നുമായിരുന്നു സ്റ്റാർമറുടെ നിലപാട്.